വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കാ. വളരെ നിഷ്കളങ്കനായൊരു കുഞ്ഞ്, ഈശോ തിരഞ്ഞെടുത്ത കുട്ടി എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് ഷിൻസിനെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. അത്രയും നിഷ്കളങ്കനായിരുന്നു. ഞാൻ വിചാരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു വർഷം ഷിൻസച്ചൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും കൂടുതൽ അനുഭവപ്പെട്ട ഒരു വർഷമാണ്. അച്ഛനെക്കുറിച്ച് നമ്മൾ പലവട്ടം ചിന്തിച്ചു. അച്ഛൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് അനേകായിരം വട്ടങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ്റെ നന്മകളെക്കുറിച്ച് നാം ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറഞ്ഞു. അച്ഛൻ നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ച് നമ്മൾ വളരെ തീക്ഷ്ണതയോടെ ഓർത്ത വർഷമാണ് കടന്നുപോയത്. പ്രിയപ്പെട്ട ഷിൻസച്ചൻ സ്വർഗത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സഭയിലെ വിശുദ്ധ കുരിശിലേസിയ പുണ്യവതി പറയും, മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ ആൾ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഭൂമി എന്ന കൂടുപേക്ഷിച്ച് സ്വർഗമെന്ന ഭവനത്തിലേക്ക് തൻ്റെ പിതാവ് ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ നടന്നു നീങ്ങിയപ്പോൾ ഇന്ന് ഏകദേശം ഒരു വർഷം പൂർത്തിയാവുകയാണ്. അച്ഛൻ്റെ മരിക്കാത്ത ഓർമ്മകളിലൂടെ തലശ്ശേരി അതിരൂപത കഴിഞ്ഞ ഓഗസ്റ്റ് 15 നടന്നു നീങ്ങിയപ്പോൾ ആ വേദന എല്ലാ വിശ്വാസികളുടെ മേലും നിഴലിച്ചിരുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കാ നൽകിയ വസതി. അച്ഛൻ്റെ മരിക്കാത്ത ഓർമ്മകളിലൂടെ തലശ്ശേരി അതിരൂപതയും വിശ്വാസ സമൂഹവും ഒന്നു ചേർന്നപ്പോൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ എടൂരിൻ്റെ മണ്ണിൽ വീണ്ടും ഷിൻസച്ചൻ്റെ ഓർമ്മകൾ ഉദയം ചെയ്തിരിക്കുകയാണ്. ക്രിസ്തുവിനെ പ്രതി സ്വയം ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞുകൊണ്ട് അനേകർക്ക് പ്രകാശത്തിന്റെ പൊൻകിരണം തൂകിയ മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ഇടവക വികാരി ഫാദർ ഷിൻസ് ആകസ്മികമായ വേർപാടിന്റെ 1ാം ചരമവാർഷികം ഭക്തിയോടെ ആചരിക്കുകയാണ് തലശ്ശേരി അതിരൂപത കുടുംബം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തിയ കൊടിമരം വൈകിട്ട് അഴിച്ചുമാറ്റവേ ഹൈ വോൾട്ടേജ് ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. മുള്ളേരിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എടൂർ ഇടവകാംഗമായ ഫാദർ ഷിൻസ് 3 വർഷം മുൻപാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. ഇതിനു മുൻപ് ദേലമ്പാടി വികാരിയായും കുടിയാൻമല ഫാത്തിമമാത പള്ളിയിലും നെല്ലിക്കാമ്പൊയിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലും ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് പള്ളിയിലും സഹവികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 മുതൽ മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ പോലെ ക്രിസ്തുവിനെ സധൈര്യം പ്രഘോഷിക്കുവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല ഫാദർ ഷിൻസ്. സുവിശേഷത്തിന്റെ തീനാളം അനേകരിലേക്ക് പകർന്നുകൊണ്ട് ഈ മഹാദീപം അണയുമ്പോൾ നമുക്കും നിത്യപുരോഹിതനായ ഈശോയോട് ഈ പുരോഹിതന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകും